ഇത് മാഷ്മോളോ, ഇത് ഫയർ ആക്കിയിട്ട് തിന്നും. ഫയർ ആക്കി തിന്നുമ്പോൾ ഇങ്ങനെയാവും. നല്ലോ ഞാൻ വരച്ചത് ഹോം മെയ്ഡ് ഫ്രൈഡേസ് ഗൈസ്. വെൽക്കം മൈ ചാനൽ. ഹായ് ഗൈസ്, ഇതാണ് ഖത്തറിലെ പോസ്റ്റ് ഓഫീസ്. ഞാൻ വന്നപാടൊക്കെ വേൾഡ് നമ്പർ 1 പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയില്ല. ഇത് 2ാം തട്ടിലോ 3ാം തട്ടിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതാണ് ലിക്വിഡ് പോലത്തെ ഡിസൈനാണ് മേലെ. കാണാൻ നല്ല ഭംഗിയാണ്. ക്വൈറ്റ് ഓൾഡ് എന്ന് പറഞ്ഞാൽ കുറേ വർഷമായി, 10-25 വർഷത്തിന് മേലെ ആയി തോന്നുന്നു. വന്നപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഖത്തറിൻ്റെ മെയിൻ പോസ്റ്റ് ഓഫീസാണിത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈന്. കാർ പോർച്ച്, ഇത് കാർ പോർച്ചിൻ്റെ ഫസ്റ്റ് ഫ്ലോർ അണ്ടർഗ്രൗണ്ടാണിത്. ഇത് എക്സിറ്റ് ആണ്. നല്ല കോർണേഷൻ്റെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പാർക്കിങ്ങിൽ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റാണ് ഇപ്പം. ഇതാണ് ഈത്തപ്പഴ മരം. ഇതിൻ്റെ മണ്ട കണ്ടിട്ടില്ല, മണ്ട കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവും കേട്ടോ. വ്യൂ കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി. ഒരു സ്റ്റെപ്പ് ഉണ്ട് കയറി വരാനും, പാർക്ക് ചെയ്തിട്ട് താഴെ കയറി വരാനൊക്കെ. കോർണേഴ്സൊക്കെ ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ബേസ്മെൻറ്റിൻ്റെ എക്സിറ്റ് ആകുന്ന സീനാണ് ഈ കാണുന്നത്. ഞാൻ ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങി മൊത്തത്തിൽ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പനി പിടിച്ചുകൊണ്ട് വോയിസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അണ്ടർഗ്രൗണ്ട് 2nd ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ വണ്ടിയൊക്കെ, ഇതെന്നാ സംഭവം എന്നറിയില്ല, കുറേ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്താണ്. ഇത് കുറേ പാർസൽ പോലെ പാക്ക് ചെയ്താക്കാനാൾ. ഇവിടെ തന്നെ കുറേ സർവീസ് എല്ലാം ഉണ്ട്. 2-3 വണ്ടികളുണ്ട് ഇവിടെ. ഇതൊന്നും പാർസൽ വന്നതായിട്ടാണോ അറിയില്ല. ഇതാണ് ഉള്ളിലത്തെ വ്യൂ. 10-25 വർഷം മുന്നേ ഇങ്ങനെ പാക്ക് ചെയ്തതാണ്, റിനോവേറ്റ് ചെയ്താണെന്ന് അറിയില്ല. ബാങ്ക് ഉണ്ട്, കൗണ്ടറുണ്ട്, ടീ കൗണ്ടറുണ്ട്, റീലുണ്ട്. നല്ല അടിപൊളി സംഭവം. ഇതാണ് കോർണേഴ്സിലെ ഒരു പുതിയതായി തുറന്ന പാർക്കാണ്. പക്ഷേ കുറച്ച് കാലം മുന്നേ ഒന്ന് ഓപ്പൺ ആക്കിയിരുന്നു. ഇപ്പോൾ ലൈറ്റൊക്കെ ബന്ധാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോർണേഴ്സിലെ എല്ലാ ബിൽഡിങ്ങും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഷെറാട്ടൺ ഹോട്ടലാണത്, ഒരുപാട് പാക്കുള്ള ഹോട്ടലാണിത്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രി നല്ല ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സംഭവമാണ്. ഇറങ്ങിയാനുള്ള പാർട്ടിൻ്റെ സൈക്ലിങ്ങിന് വേറെ ചെറിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട്. നല്ല അടിപൊളി വൈബായിരിക്കും. നല്ല കാറ്റായിരുന്നു, നല്ല ക്ലൈമറ്റായിരിക്കും. ഇതിൻ്റെ കൂടെ നടക്കാം. കോർണേഷന് തൊട്ടടുത്തതായതുകൊണ്ട് നല്ലൊരു ഫീൽ കിട്ടും. ഫീൽ ഗുഡ് പാർക്ക് എന്നറിയാം. കാരണം കോർണേഷൻ്റെ ഉള്ളിലുമല്ല, കോർണേഷൻ്റെ കുറച്ച് വെളിയിലായിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്. കാണാനോ നടക്കാനോ എക്സസൈസ് ചെയ്യാനൊക്കെ നല്ല ട്രാക്കും കാര്യങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ തന്നെയായിരിക്കും ഇപ്പോൾ. ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വൈകുന്നേരം ഡെയിലി ഇങ്ങനെ ഇറങ്ങണമെന്ന് പ്ലാനുണ്ട്. ജോഗിങ് തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ 2 ദിവസം ഇങ്ങനെ 2 റൗണ്ടൊക്കെ നടന്ന് ഇങ്ങനെ ഇന്ന് സെറ്റായി വരുന്നുണ്ട്. ഒന്ന് സെറ്റാക്കണം, അതാണ് സംഭവം. അടിപൊളി സ്ഥലമാണ് ഇത്. ഈ ലൈറ്റ് കണ്ടോ നിങ്ങൾ കൊമേഴ്സിൽ? ആ ലൈറ്റ് ഉണ്ടാക്കിയത് ഈ ലൈറ്റ്, ഈ കാണാൻ പോകുന്ന ലൈറ്റ്, ഈ ലൈറ്റ് ഉണ്ടാക്കിയത് ലീഫില്ലേ, ഇത്തപ്പന മരത്തിൻ്റെ ആ ഷേപ്പിലാണ്. ലീഫായിട്ട് ഇങ്ങനെ വേൾഡ് കപ്പിലൊക്കെ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന രീതിയിൽ, ബോ ചെയ്യുന്ന രീതിയിൽ ലീഫ് കൊണ്ടുണ്ടാക്കിയ ലൈറ്റാണിത്. കോർണേഴ്സിൻ്റെ ഒരു അടിപൊളി വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരു ദുബായിൻ്റെ മോഡലൊക്കെയാണ്. വെസ്റ്റ് ഏരിയയാണ്, സിറ്റി സെൻറ്ററിൻ്റെ ഏരിയ. അടിപൊളി സംഭവമാണ്. ഇത് റീഡോ ബിൽഡിങ്.
ഇത് മാഷ്മോളോ ഇത് ഫയറാക്കിയിട്ട് തിന്നു. ഫയറാക്കി തിന്നുമ്പോൾ ഇങ്ങനെയാവും, ചൂയാവും, ടേസ്റ്റിയാ. തമ്മിന്നറാ മസാല വാങ്ങിച്ച ക്യാമറ ബാപ്പാന് ഇഷ്ടം, ഉമ്മാന് ഇഷ്ടം? സത്യം പറ. അപ്പാന് ഷാനും ഇഷ്ടം? ലവ് യു. ചൂടാക്കും, കഴിക്കും. ഒരു ചോക്ലേറ്റ് അറിയാം. ഫയറിൻ്റെ ഇതാ കൊന്നൂടെ. നീ ചിക്കൻ എപ്പാ കുക്ക് ചെയ്യാ? ഐസ് ഒറ്റക്ക് വെച്ച പിക്കാച്ചു അടിപൊളിയായില്ല ലൈസു? അടിപൊളിയാന്നല്ലോ. ഐസ് പൊളിയാന്നല്ലോ, പൊളിയാന്നല്ലോ. ഞാൻ വരച്ചത് ആരാ വരച്ചേ? ഇന്നും ബാപ്പ വരച്ചേ, ഐസുവാ വരച്ചേ. ഇനി ഐസ് ബാപ്പ വരച്ചേ. തക്കാരപ്പൊടി, ഹോം മെയ്ഡ് ഫ്രൈഡേസ് ഗൈസ്. തിരക്കിട്ടാക്കിയതായിരുന്നു. നല്ല ചിക്കൻ ചില്ലി, 5 സ്റ്റാർ ഹോട്ടൽ ചൈനീസ് ചിക്കൻ ചില്ലി അല്ലേ ഇത്? അല്ലേ? നാസ്ബി ഒരു എക്സ്ട്രാ പീസ് എടുത്ത് ഇങ്ങനെ നോക്കും. വൈ സ്പൂണ് വേണ്ട. നല്ല ഫ്രൈഡേസ് ഗൈസ്, നല്ല ഹോം മെയ്ഡ് ഹോട്ടാണ്. സ്പൂണൊന്നും സമയമില്ല, ലഞ്ച് ബ്രേക്കിന് വന്നതാണ്.